ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അങ്ങനെ വേറൊരു ട്രാവൽ വ്ളോഗായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ പൊന്മുടി പോയിട്ടുള്ള വ്ളോഗാണ് ഗൈസ്. അപ്പോൾ പൊന്മുടി പോയിട്ടുള്ള ഷോർട്സ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു ക്ലൈമറ്റുള്ള ഡേ ആണ് നമ്മൾ പോയത് ഗൈസ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ കണ്ട സംഭവങ്ങളും എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മാക്സിമം സംഭവങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് വരാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കല്ലാറിലാണ് ഗൈസ് ഇറങ്ങിയത്. ഇപ്പോൾ കല്ലാറിൽ അകത്തോട്ട് പ്രവേശനമില്ല, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റൂ. നമുക്ക് റിസോർട്ടിൽ സ്റ്റേ ഉള്ളവർക്കാണ് ആ പാലത്തിൽ കൂടെ നടന്ന് ബാക്കി വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊന്മുടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴ്ന്ന ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി നടത്തി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളൊരു ഏർലി മോർണിംഗ് സമയത്താണ് ഗൈസ് പോയത്. അപ്പോൾ നമ്മൾ കോടമഞ്ഞ് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഗൈസ് പോയത്. അപ്പോൾ നമ്മൾ കണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ 2-3 ഹെയർ പിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കോടമഞ്ഞിൻ്റെ ഒരു ഇത് തന്നെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പിയായി, കാരണം നമ്മൾ പ്രതീക്ഷ എന്ന സംഭവം കാണാൻ പറ്റുമെന്ന് ഉറപ്പായി ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഓരോ ഹെയർ പിന്ന് കഴിയുമ്പോഴും നമുക്ക് കോടമഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പകുതി എത്തിയപ്പോൾ ഒരു സ്പോട്ട് കണ്ടു. പിന്നെ അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മളുടെ പൊന്മുടി ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയ കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഗൈസ് അങ്ങോട്ട് പോയത്. പക്ഷെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കോട ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കോട, അവിടെ ഫുൾ കോട കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ലൊരു തണുപ്പ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വ്ളോഗിൽ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കോടയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മലയായിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെയാണ് കയറിയത്. ഇത് അത്യാവശ്യം കുറച്ച് സ്ലാൻഡഡ് ആയിട്ടുള്ള മലയായിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അവിടെയാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. അത്യാവശ്യം ഒരു തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. കയറാനൊക്കെ വളരെ സുഖമായിരുന്നു ഗൈസ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെയുള്ള പൊന്മുഴ തന്നെ അവിടെ ഒരു കഫറ്റേരിയ ഉണ്ട് മുകളിൽ. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ അവിടെയാണ് ഗൈസ് പോയത്. പക്ഷേ അവിടെ അതൊരു ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇഷലിന് ഇസാന ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊരു ഓംലേറ്റാണ് ഗൈസ് കഴിച്ചത്. കാരണം വേറെ സംഭവങ്ങളൊന്നും അവിടെ റെഡി ആയിട്ടില്ല. അങ്ങനെ നമ്മൾ തൽക്കാലത്തേക്ക് ഓംലേറ്റും കട്ടനൊക്കെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എന്താ കഴിച്ചതെന്നും ഈ വ്ലോഗിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ഏറ്റവും ടോപ്പിലുള്ള മലയിൽ വേണ്ടി കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ കയറി തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം കോടയൊക്കെ നമ്മളുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തണുത്ത ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഏരിയ ഫുള്ളും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം. കോട ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിരുന്നു ആ വിഷ്വൽസൊക്കെ കാണാൻ. അപ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരിക്കലെങ്കിൽ പൊന്മുടി പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോകണം. കാരണം മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അവിടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഗൈസ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അത്രയ്ക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്നതിനേക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും കോടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും അത്യാവശ്യം അവിടെ ചിക്കൻ സംഭവങ്ങളൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചത് പൂരി സെറ്റായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നേരെ വിഷുവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് കോട കൂടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കുറച്ച് നേരം നിന്നു, കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇപ്പം നമുക്ക് തൊട്ടപ്പുറം നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ കോടയായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണാം, ഫുള്ളൊരു മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഫുള്ളും. ഈശ്വരൻ്റെ അവിടെ കുറച്ച് നേരം കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊരു വൈകുന്നേരം ടൈം ആയപ്പോഴാണ് ഗൈസ് ഇറങ്ങിയത്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. നമ്മൾ കുറേ എൻജോയ് ചെയ്തു, കുറേ കാര്യങ്ങൾ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു മഴയുടെ ഒരു കോളൊക്കെ വരുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് മഴ കാണാൻ പറ്റില്ല. ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മഴ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ എത്താറായപ്പോഴത്തേക്ക് അവിടെ ഒരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അവിടെ നിർത്തി. അവിടെ നമ്മൾ നല്ല ചൂട് ചായ, നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്യൂവിൽ അതൊക്കെ കണ്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഒരു അടുത്ത വ്ലോഗ് വീട്ടിൽ കാണാം. അപ്പോഴത്തേക്കും നമുക്ക് ബൈ. എല്ലാവരും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യും. ബൈ ഗൈസ്.